പ്രിയപ്പെട്ടവർക്കും ഓംനി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിലെ പുരസ്കാരങ്ങൾ എന്ന പോർഷനിൽ നിന്നുമുള്ള വയലാർ പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിലെ പ്രമുഖ കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വയലാറിൻ്റെ ചരമദിനമായ ഒക്ടോബർ 27-നാണ് പുരസ്കാരം നൽകുന്നത്. ജനകീയ വിപ്ലവ കവി എന്നറിയപ്പെടുന്ന വയലാർ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിലാണ്. കൊന്തയും പൂണൂലും, എനിക്കു മരണമില്ല, മുളങ്കാട്, ആയിഷ, ഒരു യൂദാസ് ജനിക്കുന്നു, പുരുഷാന്തരങ്ങളിലൂടെ എന്നിവ വയലാറിൻ്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ വയലാറിൻ്റെ പ്രധാന കൃതികൾ കൊന്തയും പൂണൂലും, എനിക്കു മരണമില്ല, മുളങ്കാട്, ആയിഷ, ഒരു യൂദാസ് ജനിക്കുന്നു, പുരുഷാന്തരങ്ങളിലൂടെ. അപ്പോൾ മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിലെ പ്രമുഖ കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുരസ്കാരം നൽകി തുടങ്ങിയത് 1977-ലാണ്. ഈ പുരസ്കാര തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ്. 2014 വരെ 25,000 രൂപയായിരുന്നു പുരസ്കാര തുക. അപ്പോൾ 1977 മുതൽ 2014 വരെ പുരസ്കാര തുക 25,000 രൂപയായിരുന്നു. അതിനുശേഷമാണ് പുരസ്കാര തുക 1 ലക്ഷം രൂപയായി ഉയർത്തിയത്. പ്രഥമ പുരസ്കാരം നേടിയത് ലളിതാംബിക അന്തർജനമാണ്. 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പ്രഥമ പുരസ്കാര ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം. 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ലഭിച്ചത്. നൽകി തുടങ്ങിയ വർഷവും ആരാണ് നൽകുന്നതെന്നും അതിന് സമ്മാനത്തുകയും എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സമീപകാലത്തായിട്ട് കിട്ടിയിട്ടുള്ള വ്യക്തികളെയും അവരുടെ കുറച്ച് കൃതികളും നോക്കാം. 2021 45ാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് ബെന്യാമിൻ. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 46ാമത് പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷ്. അദ്ദേഹത്തിൻ്റെ നോവലായ മീശയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 47ാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 2021 45ാമത് വയലാർ പുരസ്കാരം നേടിയത് ബെന്യാമിൻ. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 46ാമത് പുരസ്കാര ജേതാവ് എസ് ഹരീഷ്. നോവൽ മീശ. 2023 47ാമത് പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ഇത് ലഭിച്ചത്. 21 മുതൽ 23 വരെയുള്ള വയലാർ പുരസ്കാര ജേതാക്കളുടെ ലിസ്റ്റ് ഓർത്തിരിക്കാൻ ഞാനൊരു കോഡ് പറയാം. കോഡ്: വയലാറിൻ്റെ നാട്ടിലാണ് ബെന്യാമിൻ ഹരിശ്രീ കുറിച്ചത്. എന്താണ്? വയലാറിൻ്റെ നാട്ടിലാണ് ബെന്യാമിൻ ഹരിശ്രീ കുറിച്ചത്. വയലാർ എന്ന് പറയുമ്പോൾ അത് വയലാർ പുരസ്കാരമാണ്. 2021 പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ്. അത് നമ്മൾ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹരിശ്രീയിലുള്ള ഹരി എന്ന് പറയുന്നത് എസ് ഹരീഷാണ്. 2022 പുരസ്കാര ജേതാവായ എസ് ഹരീഷിനെയാണ് ഹരി എന്നതുകൊണ്ട് ഇവിടെ പറയുന്നത്.
ഇനി ശ്രീകുമാരൻ തമ്പിയുടെ ശ്രീയാണ് ആ ഹരിശ്രീയോട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ശ്രീയാണ് ഹരിശ്രീയിലുള്ളത്. ഇപ്പോൾ 2023 പുരസ്കാര ജേതാവായ ശ്രീകുമാരൻ തമ്പിയുടെ ശ്രീയാണ് ഹരിശ്രീയിലുള്ളത്. അപ്പോൾ ഒന്നുകൂടെ കോഡ് ഓർക്കുക. വയലാറിൻ്റെ നാട്ടിലാണ് ബെന്യാമിൻ ഹരിശ്രീ കുറിച്ചത്. അപ്പോൾ വയലാർ പുരസ്കാരം ബെന്യാമിൻ എസ് ഹരീഷ് ശ്രീകുമാരൻ തമ്പി. ഇഷ്ടമായെങ്കിൽ ഓർത്ത് വച്ചേ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള 1-2 പോയിന്റ്സ് കൂടെ നോക്കാം. ഹൃദയഗീതങ്ങളുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം ഒരു പ്രസിദ്ധ സിനിമാ സംവിധായകനും ഗാനരചയിതാവും തിരക്കഥാകൃത്തും കൂടെയാണ്. 2010 ഇദ്ദേഹത്തെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനാക്കിയത് അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിതാ പുസ്തകമാണ്. 2016 ഇദ്ദേഹത്തിന് വള്ളത്തോൾ പുരസ്കാരവും 2017 JC ഡാനിയൽ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. 2023 വയലാർ അവാർഡിനെ കൂടാതെ ഹരിവരാസനം പുരസ്കാരത്തിനും ഇദ്ദേഹം അർഹനായി. അപ്പോൾ ഒരു തവണയോടെ ശ്രദ്ധിക്കുക. ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹം പ്രസിദ്ധനായ സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. 2016 ഇദ്ദേഹത്തിന് വള്ളത്തോൾ പുരസ്കാരവും 2017 JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു. 2010 ഇദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കവിതാ പുസ്തകമായ അമ്മയ്ക്കൊരു താരാട്ടിനാണ്. 2023 വയലാർ പുരസ്കാരവും ഹരിവരാസനം പുരസ്കാരവും ലഭിച്ചു. അടുത്തായിട്ട് നമുക്ക് ബെന്യാമിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം. ആടുജീവിതം, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മഞ്ഞവെയിൽ മരണങ്ങൾ, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം എന്നിവ ബെന്യാമിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ ആടുജീവിതം എന്ന നോവലിന് ഇദ്ദേഹത്തിന് 2009 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2018 മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിക്ക് JCB പുരസ്കാരം ലഭിച്ചു. ഇതിൻ്റെ വിവർത്തനമായ ജാസ്മിൻ ഡേയ്സിനാണ് പുരസ്കാരം ലഭിച്ചത്. ജാസ്മിൻ ഡേയ്സ് എന്ന പേരിൽ ഇത് വിവർത്തനം ചെയ്തത് ഷഹനാസ് ഹബീബാണ്. 2018 JCB പുരസ്കാരം ഏർപ്പെടുത്തിയത്. പ്രഥമ ജേതാവും ബെന്യാമിൻ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB പുരസ്കാരം. സമ്മാനത്തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അപ്പോൾ ബെന്യാമിൻ്റെ കൃതിയായ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നതിൻ്റെ വിവർത്തനമായ ജാസ്മിൻ ഡേയ്സിനാണ് 2018 JCB പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB പുരസ്കാരം. അപ്പോൾ ബെന്യാമിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആടുജീവിതം, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മഞ്ഞവെയിൽ മരണങ്ങൾ, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1977 ആണ്. സമ്മാനത്തുക 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ്. പ്രഥമ ജേതാവ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന് 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2021 വയലാർ പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 46ാമത് പുരസ്കാര ജേതാവ് S ഹരീഷ്. നോവൽ മീശ.
2023 47ാമത് പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. വയലാർ പുരസ്കാരത്തിനെ കുറിച്ചിട്ടുള്ള ഏകദേശം കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. കറണ്ട് അഫയേഴ്സ് പോർഷനിലും ഇനി സാഹിത്യം എന്ന് പറയുന്ന പോർഷനിലും ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.